ഗദ്ദർ അവാർഡ് എന്ന പേരിൽ നൽകപ്പെടുന്ന തെലങ്കാന സംസ്ഥാന അവാർഡുകൾ 14 വർഷങ്ങൾക്ക് ശേഷം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് പുഷ്പ 2 ദ റൂളിലൂടെ ഐക്കൺ സ്റ്റാർ അല്ലു അർജുൻ. ദേശീയ അവാർഡ് നേടുന്ന ആദ്യ തെലുങ്ക് നടനായി പുഷ്പ ദ റൈസിലൂടെ ചരിത്രം കുറിച്ച അല്ലു അർജുൻ ഇപ്പോൾ ഗദ്ദർ പുരസ്കാര നേട്ടവും സ്വന്തമാക്കിയിരിക്കുകയാണ്. തെലുങ്ക് ചലച്ചിത്ര നിർമ്മാതാക്കളെയും കലാകാരന്മാരെയും അവരുടെ മികച്ച സിനിമകളെയും ആദരിക്കാനായി ഏർപ്പെടുത്തിയിരിക്കുന്നതാണ് ഗദ്ദർ തെലങ്കാന ചലച്ചിത്ര പുരസ്കാരം. അല്ലു അർജുനെ സംബന്ധിച്ചിടത്തോളം അപൂർവവും ഏറെ അഭിമാനിക്കാവുന്നതുമായ നേട്ടമാണിത്. പുഷ്പ 2 ദി റൂൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെയാണ് അല്ലു അർജുൻ തെലുങ്കിലെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. നിരവധി ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ പുഷ്പ 2ന് ഇത് മറ്റൊരു നാഴികക്കല്ലുകൂടിയാണ്. തെലുങ്കിലും ലോകം മുഴുവനും തൻ്റെ അസാധാരണമായ അഭിനയ മികവിലൂടെ ഒട്ടേറെ ആരാധകരെ അല്ലു നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഗംഗോത്രി മുതൽ പുഷ്പ വരെ എത്തി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിൽ ഇതിനകം 5 ഫിലിംഫെയർ പുരസ്കാരങ്ങളും 2 നന്ദി പുരസ്കാരങ്ങളും ഒരു സ്പെഷ്യൽ ജൂറി പുരസ്കാരവും നേടിയെടുത്തിട്ടുണ്ട്. ഇനിയും നിരവധി ശ്രദ്ധേയ പ്രകടനങ്ങളിലൂടെ ഏവരെയും വിസ്മയിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അല്ലു അർജുൻ. ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരുക്കിയ അറ്റ്ലി സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രത്തിലൂടെ അല്ലു ഞെട്ടിക്കുമെന്നാണ് ഏവരുടെയും കണക്കുകൂട്ടൽ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന സംവിധായകരിൽ ഒരാളും നായകനും ഒന്നിക്കുന്ന ചിത്രം സയൻസ് ഫിക്ഷൻ ഗണത്തിൽപ്പെടുന്നതാണെന്നാണ് വിവരം. ചിത്രത്തിനായി VFX ചെയ്യുന്നത് ഹോളിവുഡിലെ പ്രമുഖ VFX സ്റ്റുഡിയോകളിൽ ആണ്. അറ്റ്ലി ഇതുവരെ ചെയ്തിട്ടുള്ള ജോണറുകളിൽ നിന്ന് വ്യത്യസ്തമായെത്തുന്ന ചിത്രത്തിൽ സൂപ്പർ ഹീറോയാണ് അല്ലു അർജുൻ എത്തുന്നതുമുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അല്ലു അർജുൻ്റെ 22ാമത്തെ ചിത്രവും അറ്റ്ലിയുടെ 6ാമത്തെ ചിത്രവുമാണ് പാൻ ഇന്ത്യൻ സയൻസ് ഫിക്ഷൻ ചിത്രം. വമ്പന്മാരാണ് സിനിമയുടെ സാങ്കേതിക വശങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ.